എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഒരെണ്ണമായിരുന്നു തേങ്ങ ചുട്ട കോഴി. അതിൻ്റെ ബോൺ വെഷമാണ് നമ്മൾ ഇട്ടിരുന്നത്. നമ്മൾ തീരെ ചെറിയ സ്റ്റാർട്ടിങ് തന്നെ ഇട്ടതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്ത് നോക്കിയവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തന്നു. ഇത് നമ്മളുടെ എല്ലാവരും അഭിമാനമായ മോഹൻലാൽ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ യൂട്യൂബ് അല്ല, അവർ ഫോർവേഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മോഹൻലാൽ ട്രൈ ചെയ്ത് നോക്കി. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സ്ക്രീൻഷോട്ടോട് കൂടി ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കോട്ട് റോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ കുറച്ച് പേരിലേക്ക് കൂടി റീച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇതിനൊരു നല്ല എക്സോട്ടിക് ഫ്ലേവർ ഉള്ള ഒരു ചിക്കൻ്റെ ഡിഷാണ് ഇത്. ബോണും ബോൺലെസ് രണ്ട് വേർഷൻ ഇപ്പോൾ നമ്മുടെ ചാനലിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബോൺലെസ് ആണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചുട്ടരച്ച തേങ്ങ ചമ്മന്തി ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടി ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണിത്. രണ്ടും നല്ലതാണ്, ബോണും ബോൺലെസ് നല്ലതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചുട്ട ചിക്കന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. ബോൺലെസ് ചെയ്തൊരു 1/2 കിലോ ചിക്കനാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. കറിവേപ്പില വേണം നമുക്ക്. പിന്നെ ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു 1.5-2 ഇഞ്ച് കനത്തിലുള്ള ഒരു നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 250 ഗ്രാമിനോളം വരുന്ന ചുവന്നുള്ളി. എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്കുള്ളത്. പച്ചമുളക് വേണം. പിന്നെ ഒരു ലൈമിൻ്റെ 1/2 പീസ് മതി ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളുടെ ചുട്ടെടുത്ത തേങ്ങ. നിങ്ങൾക്ക് കനലടുപ്പുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നല്ല ഡ്രൈ ആവണം, ഇതുപോലെ ഉണങ്ങി വരണം നല്ല ചുട്ടെടുത്ത് കഴിയുമ്പോൾ. പിന്നെ ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം. നെക്സ്റ്റ് നമുക്ക് വറുത്ത് പൊടിക്കാനുള്ള സാധനങ്ങളാണ് പെരിഞ്ജീരകം, കുരുമുളക്, കാശ്മീരി ചില്ലി. ഇത് വളരെ ചെറിയ ചൂടിൽ ഒന്ന് കളർ മാറുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, തൊടുമ്പോൾ പതുപതൊന്നിരിക്കും. അതൊന്ന് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആവണം, ഒന്ന് സ്റ്റിഫായി തുടങ്ങണം. പിന്നെ നമ്മൾ തണുപ്പിക്കാൻ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സ്റ്റിഫാവും. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആണ് പൊടിച്ചെടുക്കുന്നത്. കാശ്മീരി ചില്ലി വേറെ, പിന്നെ കുരുമുളകും നമ്മുടെ പെരിഞ്ജീരകവും സെപ്പറേറ്റ്. ഇതാ ഇതുപോലെ കണ്ടോ. കാശ്മീരി ചില്ലി നല്ല റെഡ് കളറിൽ വരും. എരിവ് തീരെ കുറവായിരിക്കും. ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ചതച്ചാണ് എടുക്കുന്നത്. ഇതാ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തു. അതിൻ്റെ കളർ കണ്ടോ. ഒരുപാട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഇതാണ് മെയിൻ ഫ്ലേവർ തരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ചുവന്നുള്ളി ചതച്ചെടുത്തു. ഇത് നമ്മൾ 1/2 കിലോയ്ക്ക് 250 ഗ്രാം ചുവന്നുള്ളി വേണം. നമ്മൾ ഓയിലൊഴിച്ചു, ആ കറിവേപ്പില പൊട്ടാനിട്ടു. നന്നായിട്ട് ഗോൾഡൻ ക്രിസ്പി കളർ ആവുന്നവരെ അത് വറുത്തെടുക്കണം. കാരണം അതിൻ്റെ ഫ്ലേവർ ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങണം. നമ്മൾ ആ ജിഞ്ചറും ഗാർലിക്കും കൂടി ചതച്ചത് ഇട്ടു. അതും നന്നായിട്ട് ഗോൾഡൻ കളർ ആവണം. ഇതിൻ്റെ മൂന്നിൻ്റെയും ഫ്ലേവർ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിയാലാണ് നമ്മുടെ ചിക്കനിലേക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കുറച്ച് സമയം എടുക്കും. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ചെയ്യുന്നുണ്ട്. കളർ മാറി തുടങ്ങി. ഇത് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചതച്ച് വെച്ച് ഉള്ളി ഇട്ടു. ഈ ഉള്ളിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പ് ഇടുന്നില്ല ഇപ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഒന്ന് കളർ മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടു. ഇനി നമ്മൾ സോത്ത് ചെയ്തെടുക്കുക. പച്ചമുളകിന് എരിവുണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പച്ചമുളക് എരിവില്ലാത്ത ടൈപ്പ് പച്ചമുളകാണ്. നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി എങ്ങാനും മഞ്ഞളുടെ പച്ചക്കുത്തലുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത് ആദ്യം. അതൊന്ന് ഇട്ട് വറുത്തെടുത്തു. അതിൻ്റെ സോത്തേ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മണമൊന്ന് മാറാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പൊടിച്ചു വെച്ചേർന്ന് നമ്മളുടെ കുരുമുളകും പെരിഞ്ജീരകം കൂടി പൊടിച്ചു വെച്ചേർന്ന് ആ പൊടിയിട്ട് അത് മിക്സ് ചെയ്തു. ഇതാണ് ശരിക്കും നമ്മുടെ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗരം മസാല ഉണ്ട്, പക്ഷെ നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയാണത്. അപ്പോൾ അതിനൊരു മൈൽഡ് ഫ്ലേവറാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കേണ്ടത് നോക്കുക. കാശ്മീരി ചില്ലി. ഇപ്പോൾ ഇനി തീരെ ഫ്ലെയിം കുറച്ച് വെക്കണം. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബോൺലെസ് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി തിരുമ്പി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഞാൻ ഇടുന്നുണ്ട്. കണ്ടോ, ചെറിയൊരു യെല്ലോ കളർ, അത് മഞ്ഞൾപ്പൊടിയുടെ കളറാണ്. ഇതിനൊരു പ്രീ മാരിനേഷൻ ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ ഉളുമ്പുമണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല ചൂടിലിട്ട് ആ ചിക്കൻ വറുത്തുകൊണ്ട് തന്നെ അതിൻ്റെ പുറംവശം നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ചെറിയ ചൂടിലിരുന്ന് വെന്താൽ മതി. നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്ക് ചിക്കൻ കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ ബോൺലെസ് വേണ്ട, ബോൺ ചിക്കൻ മതിയെങ്കിൽ നമ്മൾ ഈ റെസിപ്പി മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ റെസിപ്പിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം വിത്ത് ബോൺ ആയതുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത് ആ സമയത്തും കഴിക്കാവുന്ന ഒരു ചിക്കനാണ്. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ആ തേങ്ങയുടെ ഫ്ലേവർ, നമ്മളെ ചുട്ട തേങ്ങയുടെ ഫ്ലേവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി വളരെ ടേസ്റ്റിയാണെന്ന്. അതിൻ്റെ ഫ്ലേവർ ആ ചിക്കനിലേക്ക് ഇറങ്ങണം. ഇപ്പോൾ വരുന്ന മണത്തിനൊരു പ്രത്യേക സുഖമാണ്. അതിന് നമ്മുടെ ചുട്ട തേങ്ങയും പിന്നെ നമ്മൾ ആ ചിക്കനിൽ ചേർത്ത ആ സ്പെഷ്യൽ മസാല പൗഡറിൻ്റെയൊക്കെ ഫ്ലേവർ ഒരുമിച്ച് വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി. അപ്പോൾ ഈ ചാനൽ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോന്ന് ഇതും ട്രൈ ചെയ്യാം. നമ്മൾ ആ ഗരം മസാല പൊടിച്ചത് നമ്മുടെ സ്വന്തം ഗരം മസാല പൊടിയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുകൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ലാലേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞ ആ ചിക്കന് നമ്മളിൽ നിന്ന് ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു സാഹസത്തിലേക്ക് മാറുന്നില്ല. ഫൈനലായിട്ട് നമ്മൾ കുറച്ച് ലൈം പിഴിഞ്ഞ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ അഭിനയത്തിൻ്റെ മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും വളരെ ഓഥൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മോഹൻലാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.